ER രാഗേഷ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, ഇന്നലെ പാർലമെന്റിൽ വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നത് 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കിലാണ് നമ്മൾ ഉള്ളത് എന്നതാണ്. അപ്പോൾ 2047 വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് എന്തൊക്കെ വഴികൾ എടുക്കണം, എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്നൊരു സൂചന ഏവരും ഇന്നത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഉറ്റുനോക്കുന്നത് കേരളത്തിന് എന്തൊക്കെയുണ്ട് എന്നാവും. ഏറ്റവും പ്രധാനം ആദായ നികുതിയെക്കുറിച്ചാണ് ഏവരും ചർച്ച ചെയ്യുന്നത്. ഡൽഹിയിലെ പൊതുവായൊരു അന്തരീക്ഷം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഒക്കെ എങ്ങനെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ന് ഏതായാലും മോദി സർക്കാരിന്റെ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ്. ഇത് റെക്കോർഡാണ്. നേരത്തെ തന്നെ നിർമ്മല സീതാരാമൻ തുടർച്ചയായി ബജറ്റുകൾ അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയിരുന്നു. കാരണം മൊറാർജി ദേശായി ആയിരുന്നു തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ചത് 1959 മുതൽ 64 വരെ. ആ റെക്കോർഡ് നിർമ്മല സീതാരാമൻ മറികടന്നിരുന്നു. ഏതായാലും ഇന്ന് 8ാം ബജറ്റ് നിർമ്മല അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക മാന്ദ്യം നിലവിലുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് ഇടത്തരക്കാർക്ക്, എല്ലാ വിഭാഗം ജനങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾ മുതൽ സാധാരണക്കാർ വരെയുള്ളവർ ഈ ബജറ്റ് പ്രധാനമായും ഉറ്റുനോക്കുകയാണ്. ഏതായാലും മധ്യവർഗത്തിന് കാര്യമായി പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും ഇത് എന്ന സൂചനകൾ ഇന്നലെ തന്നെ സർക്കാർ നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി പാവപ്പെട്ടവരെയും ഒപ്പം തന്നെ മധ്യവർഗത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രവുമല്ല, നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇക്കാര്യം വ്യക്തമായിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ 8 തവണയാണ് അവർ മധ്യവർഗം എന്ന് പരാമർശം നടത്തിയത്. ഇതിനു മുമ്പുള്ള ബജറ്റിൽ അത്തരം മധ്യവർഗം എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏതായാലും 8 തവണ മധ്യവർഗം എന്ന വാക്ക് ഉപയോഗിച്ചു. ഇന്ത്യയുടെ പുരോഗതിക്ക് മധ്യവർഗത്തിന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കണം എന്ന പരാമർശം പോലും ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായി ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും മധ്യവർഗത്തെ കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ മധ്യവർഗത്തിന് കാര്യമായി പരിഗണന നൽകിക്കൊണ്ട് ഒരു ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ സാമ്പത്തിക മാന്ദ്യം രാജ്യം നേരിടുന്നുണ്ട്. അങ്ങനെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്ന പണം വേണം. അപ്പോൾ സ്വാഭാവികമായും മധ്യവർഗത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു നടപടികളിലേക്ക് സർക്കാർ കടന്നേക്കും എന്ന് തന്നെയാണ് സൂചന. ഏതായാലും ഏവരും ഉറ്റുനോക്കുന്ന ഒന്ന് ആദായ നികുതിയിലെ ഇളവ് തന്നെയാണ്. കാരണം നിലവിൽ പുതിയ ടാക്സ് സ്കീം പ്രകാരം 3 ലക്ഷമാണ് ആദായ നികുതി ഇളവിന്റെ പരിധി. ഇതിൽ മാറ്റം വന്നേക്കും. 10 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ആദായ നികുതി ഇളവ് വന്നേക്കും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരം സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രവുമല്ല, 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലുള്ള വാർഷിക ശമ്പളമുള്ള ശമ്പളക്കാർക്ക് അവർക്ക് പുതിയ ടാക്സ് സ്ലാബ് വരുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഏതാണ്ട് 25% ടാക്സ് സ്ലാബ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലും മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതായത് 75,000 രൂപ എന്നുള്ളത് 1 ലക്ഷമായി ഉയർന്നേക്കാം എന്നുകൂടി ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആദായ നികുതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ GST, കേരളം ഒക്കെ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം GST അടക്കം കേരളം പല വിഷയഘട്ടങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട്. ഇത് കൂടാതെ GST സ്ലാബുകളിൽ സ്വാഭാവികമായും മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായും മധ്യവർഗത്തിന് ഊന്നൽ നൽകിക്കൊണ്ടൊരു ബജറ്റ് ആയിരിക്കും ഇത് എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ശ്രീജി ചോദിച്ച പോലെ ഡൽഹി ഒക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 4 ദിവസം കഴിഞ്ഞാൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പാണ്. മധ്യവർഗം ഏറ്റവും കൂടുതലായുള്ള സ്ഥലമാണ് ഡൽഹി. അപ്പോൾ സ്വാഭാവികമായും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായാലും സർക്കാർ വൃത്തങ്ങളുടെ ഭാഗമായാലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 9 മണിയോടുകൂടി തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിൽ എത്തും. അതിനുശേഷം രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ച, തുടർന്നാണ് ധനമന്ത്രി പാർലമെന്റിലേക്ക് എത്തുക. സ്വാഭാവികമായും ഇന്ന് ബജറ്റിന് മുൻപ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരേണ്ടതുണ്ട്. ബജറ്റിന് അംഗീകാരം കേന്ദ്ര മന്ത്രിസഭ നൽകുകയും ചെയ്യും. തുടർന്ന് 11 മണിക്കായിരിക്കും ധനമന്ത്രി ഏതായാലും ബജറ്റ് അവതരിപ്പിക്കുക. ശ്രീജ. ശരി രാഗേഷ്, ഇനി അറിയേണ്ടത് ഈ സമയം എല്ലാം തയ്യാറാണ്. നിർമ്മല സീതാരാമന്റെ ആ ലെതർ ബാഗിൽ എല്ലാം തയ്യാറാണ്. പക്ഷേ ഇനിയുള്ള സമയം 11 മണി വരെയുള്ള സമയം നമ്മുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഇന്നലത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വെച്ചുകൊണ്ട് രാജ്യം മുന്നോട്ട് വെക്കാൻ പോകുന്ന വികസനത്തിലേക്കുള്ള വഴികൾ എന്തൊക്കെ എന്നൊക്കെയുള്ള അത്തരം പ്രവചനങ്ങളിലും അല്ലെങ്കിൽ അത്തരം പ്രതീക്ഷകളിലുമാണ് ഇനിയുള്ള സമയം നമ്മൾ ചെലവഴിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ബഡ്ജറ്റിൽ സ്പെഷ്യൽ പാക്കേജ് എന്നൊക്കെ അനൗൺസ് ചെയ്യുന്ന ഒരു കീഴ്വഴക്കം ഇപ്പോൾ BJP വന്നതിന് ശേഷമില്ല.
നമ്മൾ കേരളം പ്രതീക്ഷയോടുകൂടി എക്കാലവും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ദീർഘകാലമായി സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തരാമെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഉറപ്പ് നൽകിയ എയിംസാണ്. ആ എയിംസ് കേരളത്തിന് ഇനിയും ലഭ്യമാകാത്തതിന് ഒരു ന്യായീകരണവും നീതീകരണവുമില്ല. അതിനാവശ്യമായിട്ടുള്ള ലാൻഡ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചതിന് ശേഷവും കേവലം സാങ്കേതികത്വങ്ങളുടെ പേരിൽ സംസ്ഥാനത്തോട് കാണിക്കുന്ന കനത്ത വിവേചനമാണ് സംസ്ഥാനത്തിന് എയിംസ് ലഭ്യമാക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അതുപോലെ റെയിൽവേയുടെ കാര്യത്തിൽ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രധാനമായും ഇപ്പോൾ ഡബിൾ ലൈൻ പൂർത്തീകരിക്കുന്നതിന് മതിയായ ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ട്രിപ്പിൾ ലൈൻ എന്ന് പറയുന്ന മറ്റൊരു നിർദ്ദേശം സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, റെയിൽവേയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മൂന്നാമതൊരു ലൈൻ അതിൻ്റെ സർവേയും അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം ബഡ്ജറ്റിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ബജറ്റിന് മുന്നോടിയായുള്ള എംപിമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിച്ചു. പാർലമെന്റ് സമ്മേളനം, ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി മുഖ്യമന്ത്രി കേരളത്തിലുള്ള MP-മാരുടെ സമ്മേളനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ചുള്ള ഒരു വിവരവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോട്ടോ അതുമായി ബന്ധപ്പെട്ട യാതൊന്നും ഞങ്ങൾക്ക് കേരളത്തിലുള്ള MP-മാർക്ക് നൽകിയിട്ടില്ല. സാധാരണ പാർലമെന്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി വിളിച്ചു ചേർക്കുന്ന MP-മാരുടെ സമ്മേളനം ഇത്തവണ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ വ്യക്തതയില്ല. പത്രങ്ങളിലൂടെ ധനകാര്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കറിയാവൂ. അത് ഞങ്ങൾ നേരത്തെ തന്നെ എതിർത്തിട്ടുള്ളതാണ്. റെയിലിൻ്റെ ആവശ്യം കേരളത്തിലില്ല. അതിന് പകരം നിലവിലുള്ള ലൈനിൽ വേഗത കൂട്ടി ട്രെയിനുകൾ ഓടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നടപടി വേണ്ടത്. പതിവ് അവഗണന ഉപേക്ഷിച്ച് ഇത്തവണ കേന്ദ്രം കനിയുമെന്നാണ് പ്രതീക്ഷയെന്ന് രാജ്യസഭാ MP സന്തോഷ് കുമാർ പറഞ്ഞു. 24,000 കോടിയുടെ ഒരു പ്രത്യേക പാക്കേജ് കേരളത്തിന് അനുവദിക്കുക എന്നതാണ് ആ കാര്യം. അങ്ങനൊരു പാക്കേജ് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് ആവശ്യമായി വരുന്നത് എന്നതിനെ സംബന്ധിച്ച വളരെ വിശദമായ ഒരു നിവേദനം തന്നെ കേരളം സമർപ്പിച്ചിട്ടുണ്ട്. GST നടപ്പാക്കപ്പെട്ടതിന് ശേഷം പ്രത്യേകിച്ചും സംസ്ഥാനങ്ങളുടെ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ധനകാര്യ കമ്മീഷൻ തന്നെ 10ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിന് ഈ വിഭജിക്കാവുന്ന നികുതിയുടെ വരുമാനത്തിന്റെ ഒരു 4% കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം അതിന്റെ നേരെ പകുതിയാണ് 15ാം ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ പല അർത്ഥത്തിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റുകളുടെ കൂടെ എക്കണോമി ശക്തിപ്പെടുത്തിയും അതിന്റെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയൊക്കെ മാത്രമേ ദേശീയ അടിസ്ഥാനത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. പക്ഷെ നിർഭാഗ്യവശാൽ ഏകപക്ഷീയ സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് കേരളം 24,000 കോടിയുടെ ഒരു പാക്കേജ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൃത്യമായ പദ്ധതി നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും കേന്ദ്രം അത് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. ദീർഘകാലമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. കേരളത്തിന് വേണ്ടി 24,000 കോടി രൂപയുടെ പാക്കേജ്, ദേശീയപാതയ്ക്ക് വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ള 6,000 കോടി രൂപ വായ്പാ പരിധിയിൽ നിന്ന് മാറ്റിവെക്കുക, വിഴിഞ്ഞത്തിന് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ്, ഇപ്പോഴത്തെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഈ വന്യമൃഗ ശല്യം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക ധനസഹായം, അതുപോലെ തന്നെ കേരളത്തിന്റെ വിഭവ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് പ്രത്യേക ആനുകൂല്യങ്ങൾ, ഇതുപോലുള്ള നിരവധി ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുൻകാല ബജറ്റുകളിൽ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കേരളം ഉറ്റുനോക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിന് ദീർഘകാലമായിട്ട് പരിഗണിക്കുമെന്ന് പല രീതിയിലുള്ള ഉറപ്പുകൾ നൽകിയതാണ്. പക്ഷേ ഇതുവരെ അതൊന്നും യാഥാർത്ഥ്യത്തിലായിട്ടില്ല.